ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ്. മക്കളെ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇനി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞവർ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നറിയണമെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് പറയാം ആപ്ലിക്കേഷൻ ഫോം കൺഫേംഡ് ആയി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അപ് ടു ഡേറ്റ് ആയിട്ട് ചാനലിൽ തന്നുകൊണ്ടിരിക്കും. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ഉടനെ തന്നെ നിങ്ങൾ പറയും എനിക്ക് അഡ്മിഷൻ കിട്ടി എന്നങ്ങ് ഉറപ്പിക്കും. എനിക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, ഞാൻ കൊടുത്ത സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി എന്നങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മക്കൾ മനസ്സിലാക്കേണ്ടത് എഡിറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ കൊടുത്ത സ്കൂൾ, നിങ്ങൾ കൊടുത്ത സബ്ജക്റ്റ് കോഡ്, നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾ കൊടുത്ത നിങ്ങൾക്ക് കിട്ടേണ്ട ബോണസ് പോയിൻറ്റ്, ഇങ്ങനെയൊക്കെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ എഡിറ്റിംഗ്, നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്കൂളിൽ കൊടുത്തു, ആ സ്കൂളിൽ നിങ്ങൾക്ക് ട്രയൽ കിട്ടി. പക്ഷേ വേറൊരു കുട്ടി, നിങ്ങളെക്കാൾ ബോണസ് പോയിൻ്റുള്ള വേറൊരു കുട്ടി എഡിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ആ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും? അഡ്മിഷൻ കിട്ടി എന്ന് ഉറപ്പിക്കാൻ വരട്ടെ. എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ആർക്കെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ബോണസ് പോയിൻ്റ് എന്ന് പറഞ്ഞ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നിങ്ങൾ കൊടുക്കുന്ന LSS, USS, NMMS പോലുള്ള സർട്ടിഫിക്കറ്റൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ യുവജനോത്സവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ എൻ്റെ കായിക മേളയുടെ സർട്ടിഫിക്കറ്റ് മാത്രം മതി എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് പറ്റാവുന്ന മുഴുവൻ സർട്ടിഫിക്കറ്റ് 10 ബോണസ് പോയിൻ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കിട്ടും. മാക്സിമം 10 ബോണസ് പോയിൻ്റ് വരെ കിട്ടും. ആ 10ന് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റും മക്കൾ അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ ഫോം വീണ്ടും ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.